പെൻഷൻ മാത്രം 2000 രൂപ കൊടുത്തത് കാര്യം നടക്കുമോ? നടക്കില്ല. ഇലക്ഷൻ വന്നപ്പോൾ 3000 രൂപ ആക്കി. 2 ദിവസം പെൻഷൻ കൂടുതൽ ഇപ്പം കൊടുത്തേക്കുന്നത് എന്താ കാര്യത്തിനാ? വോട്ടിനാ, അല്ല വേറെ ഒന്നും സാധിക്കാനില്ല. ഒരു കാര്യം UDF വരുള്ളൂ. ഈ സർക്കാർ മാറണോ, തുടർ ഭരണം വേണോ, അതോ മാറ്റണം? ഈ തുടർഭരണം വേണം. എങ്ങനെയാ? തുടർഭരണം വേണം. ആ ചേട്ടാ പറ. ഹലോ, ഈ UDF എന്നെ ഭരിക്കണം എന്ന് ഒരാഹാരം മാത്രം കഴിച്ചാൽ പോരല്ലോ. അന്നാഹാരം എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കുന്ന വകയാണ്. അത് UDF കഴിച്ചു നോക്കട്ടെ, കഴിക്കുമെന്ന്. 10 വർഷം കൊണ്ട് കഴിക്കല്ലേ. എന്താ ഉണ്ടാക്കിയ? പെൻഷൻ മാത്രം 2000 രൂപ കൊടുത്തത് കാര്യം നടക്കുമോ? നടക്കില്ല. ഇലക്ഷൻ വന്നപ്പോൾ 3000 രൂപ ആക്കി. 2 ദിവസം പെൻഷൻ കൂടുതൽ ഇപ്പം കൊടുത്തേക്കുന്നത് എന്താ കാര്യത്തിനാ? വോട്ടിനാ, അല്ല വേറെ ഒന്നും സാധിക്കാനില്ല. ഒരു കാര്യം UDF വരുള്ളൂ. LDF 3.0 അതിൽ ഒരു സംശയം വേണ്ട. എന്താ പറയാൻ കാരണം? അങ്ങനെയാണ്. കേരളം നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഈ 10 വർഷം കൊണ്ട് കണ്ടല്ലേ, അനുഭവിച്ചതല്ലേ. അപ്പൊ പിന്നെ വേറെ എന്താണ് ഒരാളുള്ളത്? KSRTCയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. KSRTCയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോളും, അതെല്ലാം വന്നോളും. ഇതിന്ന് വലുതാ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗതികെട്ട് കിടന്നില്ലേ, ഇത് അടച്ചുപൂട്ടുന്നുള്ള ആ ഒരു ഘട്ടത്തിലെത്തിയല്ലേ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ല, ഇനി മാറ്റങ്ങൾ ഉണ്ടാവും. വരട്ടെ, അടുത്ത ഒരു പ്രാവശ്യം കൂടെ അവര് വരട്ടെ. സർക്കാരിന്റെ തുടർച്ചയാണ്. അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്കിത് അകത്ത് നോക്കാം. ഇവിടെ കാട്ടാക്കടയിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എന്താ നമ്മുടെ തുടർ ഭരണം വേണോ, അതോ സർക്കാർ മാറണോ? എന്താ ചേട്ടന്റെ അഭിപ്രായം? എന്നാലും ജനങ്ങൾ തീരുമാനിക്കും. അതാണ് അതെന്തായിരുന്നാലും 2 ദിവസം കൂടെ ക്ഷമിക്കുക. അപ്പൊ ചേട്ടന്റെ വോട്ട് കാട്ടാക്കടയാണോ? കാട്ടാക്കടയാണ്. അപ്പോ സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചിഹ്നമൊക്കെ ഓർമ്മയുണ്ട്? ഓക്കെ അതൊക്കെ ഓക്കെ. ചേച്ചി വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യാൻ ചെയ്യും. ഈ സർക്കാർ തുടരണമോ, സർക്കാർ മാറണോ? ഈ സർക്കാർ മാറണല്ലേ നല്ലത്. എന്താ കാര്യം? കാര്യം എന്താന്ന് ചോദിച്ചാ ഒന്നും പറയാനില്ല. മാറണം എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെ.